എന്തോ പട്ടിക്ക് ചിക്കൻ എറിയും പോലെയാണ് ഞങ്ങൾക്ക് തരുന്നത്. ഞങ്ങളെ വിശപ്പൊക്കെ കെട്ടു മേഡം, സത്യയോട് പറയണം. ഞങ്ങൾ അത്ര ആഹാരം പോലും വേണ്ട. 100-ന് 75% രോഗിയായി കഴിഞ്ഞു. ഞാനും ഒരു മാർക്സിസ്റ്റ് പാർട്ടിയിലെ അവരെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വരുന്നുവെങ്കിൽ ഞങ്ങൾ എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് 2 കുട്ടികളാണ്. ഞാൻ വിധവയാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു വരുമാനം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ കുട്ടികളെ ഒരു മോളെ കല്യാണം കഴിഞ്ഞതിൻ്റെ ബാധ്യത എനിക്ക് ധാരാളം ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സാലറി കിട്ടുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കണം. 3 മാസമൊക്കെ ആവും ഇവർ തരുമ്പോഴത്തേക്ക്. അത് ഞങ്ങൾ ഇതുപോലെ സമരം ഉണ്ടാക്കിയാണ് അതെങ്കിലും അവർ 1 മാസത്തെ എന്തോ പട്ടിക്ക് ചിക്കൻ എറിയും പോലെയാണ് ഞങ്ങൾക്ക് തരുന്നത്. കാരണം ഞങ്ങളെ കാര്യം വലിയ ദയനീയാവസ്ഥയാണ്. ഞാനും ഒരു ഷുഗർ പേഷ്യൻ്റാണ്. ഇത് പറഞ്ഞ പോലെ മക്കളെടുത്ത് എനിക്ക് കൈ നീട്ടാനും പറ്റില്ല. അവർക്ക് അതിനുള്ള കൂടുതൽ സാമ്പത്തികവും ഇല്ല. അപ്പോൾ ആ നിലയിൽ വരുമ്പോൾ നമുക്ക് ഈ ശമ്പളം, ഈ സാലറി നമുക്ക് തന്നേ പറ്റും. അതുവരെ ഞങ്ങളിവിടെ സമരം ചെയ്യും. അത് ഞങ്ങൾ അത്രയ്ക്ക് വേദനിക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ ഞങ്ങൾക്ക് ഒരു പാർട്ടി പ്രവർത്തകരോ മറ്റവരും ആരും നമ്മളെ നിർബന്ധിച്ചിട്ട് ഞങ്ങൾ വന്നേല്ല. ഞങ്ങൾക്ക് ഈ കാശ് കിട്ടണം, കിട്ടിയേ പറ്റൂ. അല്ലെങ്കിൽ ഈ ആരോഗ്യ മേഖലയിൽ ഇറങ്ങിയാണ് ഞങ്ങൾ ഈ രോഗിയായത്. കാരണം ഞങ്ങൾ 9 മണിക്ക് ഫീൽഡിൽ ഇറങ്ങിയ 12-1 മണിയാവും ഞങ്ങൾ ഫീൽഡിലെ ജോലി നിർത്തിവെക്കുക. എന്നിട്ട് ആ സമയത്ത് ഞങ്ങളെ ബാഗിനകത്ത് എന്തെങ്കിലും ചെറിയ ഫുഡോ വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് കഴിക്കാൻ സമയം തരില്ല. അതിനിടയ്ക്ക് റിപ്പോർട്ടായി, പിന്നെ മീറ്റിങ്ങായി, പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 5-6 മണിയാകും. ആ സമയം വരെ ഈ ഫുഡ് ഇതിനകത്ത് കിടക്കും. വീട്ടിൽ ചെല്ലുമ്പോൾ വിശപ്പില്ല. ഞങ്ങളെ വിശപ്പൊക്കെ കെട്ടു മേഡം, സത്യയോട് പറയണം. ഞങ്ങൾ അത്ര ആഹാരം പോലും വേണ്ട. ഞങ്ങൾക്ക് ഈ കയറി ഞങ്ങൾ ഈ വണ്ണം വെച്ച് അങ്ങ് പോകും. കാരണം ഞങ്ങളൊരു രോഗിയാണ്. 100-ന് 75% രോഗിയായി കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് മേഡം. ഞങ്ങൾക്ക് ഈ ക്യാഷ് കിട്ടാതെ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. അത് ഈ പാവങ്ങൾ, ഈ നമ്മളെ നേതാക്കൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരെ ഓരോ തുള്ളി ചോരയും ഇവിടെ വീഴുന്നത് ഈ ഗവൺമെൻറ്റിന് ദോഷമാണ്. കാര്യമെന്ന് വെച്ചാൽ ഞാനും ഒരു മാർക്സിസ്റ്റ് പാർട്ടിയിലെ അവരെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങളിവിടെ വരുന്നുവെങ്കിൽ ഞങ്ങൾ എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടാണ്. ഞങ്ങൾക്ക് ബസ് ഫെയർ വേണ്ടേ മേഡം? 232 രൂപ ഉണ്ടെങ്കിൽ എൻ്റെ ഏരിയയാണെങ്കിൽ ഹൈ റേഞ്ച് പോലെ കിടപ്പുണ്ട്. കുന്നും മലയും ഒക്കെയാണ്. മുമ്പ് ഞാൻ 40 വീട് വർക്ക് ചെയ്യും. ഇപ്പോൾ ഒരു 10 വീട് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല.